ഇപ്പോഴിതാ ഈ സ്കൂളിലെ അതായത് ഈ കോളേജിലെ അധ്യാപകർ ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ടൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ വരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ബൈജു, ഇതിപ്പോൾ അധ്യാപകർ നിതിനെ ശകാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. അത് ശബ്ദത്തിലും വ്യക്തമാണ്. അതുമാത്രമല്ലല്ലോ, ഇപ്പോൾ നിരവധിയായ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട്. അവിടെ ജാതി അധിക്ഷേപങ്ങൾ നടക്കുന്നു, നിറത്തിൻ്റെ പേരിൽ ഉള്ള അധിക്ഷേപങ്ങൾ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. ഈ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധിയായ സംശയങ്ങൾ ഉയരുന്നു. നിതിൻ്റെ മരണം അതിന് കാരണമായിട്ടുള്ള ലോൺ ആപ്പ് എന്നതിലേക്ക് ചുരുങ്ങേണ്ട ഒരു വിഷയമല്ലല്ലോ ഇത്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിശോധനകൾ പോലും വ്യാപകമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവം കൂടിയാണല്ലോ ഇത്, ബൈജു. അതെ അഭിലാഷ്, ഇപ്പോൾ ഏറ്റവും പുതുതായി ഇത്തരത്തിൽ ഓർത്തോഡോന്റിക്സ് വിഭാഗം അധ്യാപകർ കൂട്ടത്തോടെ രാജിവെക്കുന്നു. അത് ഒരു പക്ഷേ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അതിനെ പ്രതിരോധിക്കാനായിരിക്കാമെന്നാണ് പൊതുവെ പറയുന്നത്. അതായത് വിദ്യാർത്ഥികൾ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനായിരിക്കാം ഒരു പക്ഷേ ഇവരുടെ അക്കാദമിക് മുന്നോട്ട് പോകുന്നത് പോലും പഠനം പോലും വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിൽ ഇപ്പോൾ 7ഓളം അധ്യാപകരാണ് ഇത്തരത്തിൽ രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. ഏതായാലും മാനേജ്മെന്റ് ഈ രാജിക്കത്തൊന്നും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. കാരണം വിദ്യാർത്ഥികൾ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് നിലവിൽ ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ പുറത്താക്കണമെന്നായിരുന്നു ഇവരുടെ ആദ്യത്തെ ആവശ്യം. അതോടൊപ്പം മറ്റു പല പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പല അധ്യാപകരും ഇവരോട് പെരുമാറുന്ന രീതികൾ അതെല്ലാം വലിയ തോതിൽ പരാതിയായി വന്നിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടുകൂടി അത് പ്രതിരോധിക്കാനാണ് ഇപ്പോൾ അധ്യാപകർ കൂട്ടത്തോടെ രാജിവെച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നത്. അതായത് ആഷിം അലി എന്ന് പറയുന്ന വകുപ്പ് മേധാവി തന്നെ ആദ്യം രാജിക്കത്ത് നൽകി. പിന്നീട് ഇപ്പോൾ 7ഓളം അധ്യാപകരാണ് ഇപ്പോൾ രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ തോതിൽ ഈ ഒരു പല പ്രശ്നങ്ങളും ഇവിടെ നിന്നും ഉയർന്നു വരാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം. അത് മാത്രമല്ല, നമ്മൾ ഇന്നലെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ദൃശ്യം പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യത്തിൽ അധ്യാപകർ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിൽ പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ കയർത്ത് സംസാരിക്കുന്ന പുതിയ ദൃശ്യം കൂടി ന്യൂസ് 18 പുറത്തുവിടുന്നു. അങ്ങനെ അധ്യാപകർ കൂടി വലിയ പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഇതെല്ലാം തണുപ്പിക്കാൻ ഇങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രവുമായി അധ്യാപകർ രംഗത്തിറങ്ങിയെന്ന് വേണം കരുതാൻ. തീർച്ചയായും അവിടെ ബൈജു, ഇവരിപ്പോൾ രാജിവെച്ചത് കൊണ്ടോ മാറി നിന്നത് കൊണ്ടോ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവർക്കാകില്ലല്ലോ. ഇത്തരത്തിൽ റാമിനെ പോലെ തന്നെ മറ്റുള്ള അധ്യാപകർ എങ്ങനെയാണ് പെരുമാറിയിരുന്നത് അതിൽ നമുക്ക് വ്യക്തതയില്ല. എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല, ഒരു പക്ഷേ കുട്ടികളോട് നല്ല രീതിയിൽ ഇടപെട്ടിരുന്ന അധ്യാപകർ ഉണ്ടായിരുന്നിരിക്കാം. അതല്ല എങ്കിൽ പൊതുവേ കോളേജിൻ്റെ സമീപനം ഇതായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പരാതികൾ നേരത്തെയും ഉയർന്നു വന്നിരുന്നു എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു, പരാതി നൽകിയിരുന്നു, അപ്പോഴൊന്നും നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഉള്ള ഈ ജാതി അധിക്ഷേപങ്ങൾ, കുട്ടികളെ വേട്ടയാടുന്നതെല്ലാം നോക്കി നിൽക്കേണ്ടി വരുന്നു മറ്റധ്യാപകർക്ക് എങ്കിൽ അതും കുറ്റകരമാകുന്ന ഒരു അനാസ്ഥ തന്നെയാണ്. അതുകൊണ്ട് രാജിവെച്ചു എന്നതുകൊണ്ട് അവർ കുറ്റക്കാരല്ലാതാകുന്നില്ലല്ലോ. ഇല്ല അഭിലാഷ, എന്തായാലും ആരോപണ വിധേയരായവർക്ക് ഒരു സഹകരണം അല്ലെങ്കിൽ അവർക്ക് പിന്തുണ എന്ന് തന്നെ വേണം നമുക്ക് ഈ രാജിക്കത്തും ഈ രാജി സമ്മർദ്ദം ഒക്കെ കാണാൻ. കാരണം ഈ ഏറ്റവും പുതുതായി വന്ന ദൃശ്യം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അതിൽ ഈ പ്രിൻസിപ്പൾ ഒരു 15,000 രൂപ ലോൺ എടുത്ത ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയോട്, വളരെ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയോട്, വാടക വീട്ടിൽ നിന്നും വളരെ ചെറിയ പശ്ചാത്തലത്തിൽ വരുന്ന കുട്ടിയോട് ഇങ്ങനെയാണോ ഒരു അധ്യാപകർ, ഒരു പ്രിൻസിപ്പൾ സംസാരിക്കേണ്ടതെന്നൊക്കെ ചോദ്യങ്ങളാണ് ആ ദൃശ്യം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ ഇറങ്ങിയ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ ചില ആക്ഷേപങ്ങളൊക്കെ ഈ കുടുംബമൊക്കെ ഉന്നയിച്ചെങ്കിൽ ഇന്ന് വളരെ വ്യക്തമാണ് ആ പ്രിൻസിപ്പാൾ വളരെ മോശമായാണ് ഇതിനോട് സംസാരിക്കുന്നത്, കയർത്ത് സംസാരിക്കുന്നു. ഇങ്ങനെ റെഫറൻസ് നമ്പർ അധ്യാപികയുടെ കൊടുത്തതിൽ വലിയ തോതിൽ ദേഷ്യപ്പെടുന്നു. അങ്ങനെയാണോ ഒരു പക്ഷേ ഈ അധ്യാപകരൊക്കെ ഈ രീതി ഇടപെടേണ്ടതെന്നൊക്കെ ചോദ്യങ്ങൾ ആ ഒരു ദൃശ്യം ചോദിക്കുന്നുണ്ട്. ഏതായാലും സംസാരിക്കുന്ന തെളിവുകൾ തന്നെയാണ് വലിയ തോതിൽ നിതിനെ മാനസിക സമ്മർദ്ദത്തിൽ ആ ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാക്കിയ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ നിന്നുമാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിതിൻ പുറത്ത് ഇറങ്ങിപ്പോകുന്നത്. മറ്റ് പല പ്രശ്നങ്ങളും നിതിനെ അലട്ടിയിരിക്കും. പക്ഷേ ഇതെല്ലാം ഒന്നിച്ച് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് നിതിൻ തന്റെ ജീവനെടുക്കാൻ തീരുമാനിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ. ആ രീതിയിലുള്ള ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് കൃത്യമായി മനസ്സിലാക്കാം. അധ്യാപകരുടെ ഇടപെടൽ വളരെ മോശമായിരുന്നു. ഒരു പക്ഷേ കൂടുതൽ അധ്യാപകർക്ക് നേരെ നടപടി അല്ലെങ്കിൽ പോലീസ് നടപടി ഉണ്ടാകുമെന്ന് ഭയന്നായിരിക്കുമോ ഇങ്ങനൊരു രാജി സമ്മർദ്ദം എന്നറിയില്ല. ഏതായാലും അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായ നീക്കം വലിയ പ്രതിഷേധത്തിനിടയാക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഇങ്ങനെ
ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ ഇവിടെയുള്ള അധ്യാപകർ തുനിഞ്ഞിറങ്ങിയാൽ അത് വലിയ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാവുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരം അതായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. വലിയ തോതിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാ പാർട്ടിക്കാരും SFI, ABVP, BJP, CPM തുടങ്ങിയ എല്ലാ പാർട്ടിക്കാരും വനിതാ സംഘടനകളും ഒക്കെ വലിയ പ്രതിഷേധം നടത്തിയാണ്. അങ്ങനെ ഈ അധ്യാപകർ രാജ്യസമ്മർദ്ദമാക്കി ഈ സമരത്തെ തണുപ്പിക്കാൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആവശ്യത്തോട് മുഖം തിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രത്തോളം വലിയ ഒരു ഗൗരവമുള്ള പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 7 പേരാണ് ഇപ്പോൾ രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. അങ്ങനെ അധ്യാപകർ രാജ്യവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധം ഉണ്ടാകും. അതോടൊപ്പം ഗവർണറുടെ ഒരു നടപടി വരാനുണ്ട്. ഇതിൽ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഒക്കെ മൊഴി ശേഖരിച്ച ഒരു സമയം കൂടിയാണിത്. അങ്ങനെ ഒരു പക്ഷേ കൂടുതൽ അധ്യാപകർ പ്രതിക്കൂട്ടിലാകുമെന്ന് ഭയന്നാണോ എന്നറിയില്ല. ഇപ്പോൾ ഈ രാജി നാടകം അതേതായാലും വലിയ പ്രതിഷേധത്തിലായിരിക്കും വരും സമയങ്ങളിൽ സാക്ഷ്യം വഹിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അഭിലാഷ്. യെസ്, ഇപ്പോൾ ഇതാ അധ്യാപകർ ഒന്നടങ്കം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിതിൻ്റെ മരണത്തെ തുടർന്നാണ് ഇത്തരത്തിൽ രാജിയെങ്കിലും കോളേജ് മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ ഇതിൽ ഈ നിശബ്ദത പാലിച്ച അധ്യാപകർക്കോ ഒക്കെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. കഴിഞ്ഞ ദിവസവും ന്യൂസ് 18 വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ആയിരുന്നു പ്രേക്ഷകരുമായി പങ്കുവച്ചത്. പ്രത്യേകിച്ച് നിതിൻ മരണപ്പെടുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്നത് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ആണ് പുറത്തു വന്നത്. എങ്കിൽ ഇപ്പോഴിതാ അധ്യാപകർ ലോൺ ആപ്പിൽ നിന്ന് തുക എടുത്തതിനെ ചൊല്ലി വലിയ തോതിൽ നിതിനെ ശകാരിക്കുന്ന ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. നിതിൻ മരണപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഉള്ള ദൃശ്യങ്ങൾ ആണ് ഇത്. ലോൺ ആപ്പിൽ നിന്നും തുക കൈപ്പറ്റിയതിനെ തുടർന്ന് നിതിനെ ഓഫീസിലേക്ക് പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് വിളിക്കുകയും അങ്ങനെ അധ്യാപിക പരാതി പറഞ്ഞതിനെ തുടർന്ന് ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു പക്ഷേ നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ ഇതായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.